ഇന്ന് ഒരു ഈവനിങ് ആണ്. അപ്പം ഓസ്ട്രേലിയയിലത്തെ ഇപ്പോൾ എന്താ പറയുക, ക്ലൈമറ്റൊക്കെ തണുപ്പായിട്ട് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. ജൂൺ തൊട്ട് നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റിൻ്റെ ഉള്ളിൽ കയറി. ഇന്നൊരു ഈവനിങ് ആണ്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഈ പറഞ്ഞ ഓപ്പറ ഹൗസിൻ്റെയും ഹാർബർ ബ്രിഡ്ജിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ്. അത് വീണ്ടും കാണാവുന്നതല്ല. ഇവിടെ സിഡ്നിയിൽ ഒരു വലിയ ഇവൻ്റ് നടക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ടാർഗറ്റ്. അതിൻ്റെ പേരാണ് വിവിഡ് സിഡ്നി. അപ്പോൾ എന്താണ് വിവിഡ് സിഡ്നി എന്ന് വെച്ചാൽ, സിഡ്നിയിലത്തെ ഒരു ആനുവൽ ഫെസ്റ്റിവൽ എന്ന് പറയാം. എന്താ പറയുക, ലൈറ്റിൻ്റെയും മ്യൂസിക്കിൻ്റെയും ഐഡിയകളുടെയും ഒക്കെ ഒരു ആനുവൽ ഫെസ്റ്റിവലാണ് വിവിഡ് സിഡ്നി. അപ്പോൾ അതിൻ്റെ മെയിൻലി സിഡ്നി സിറ്റി മൊത്തം ലൈറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അത് കാണാനാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. ഈ ഒരു ഫെസ്റ്റിവൽ ഇൻക്ലൂഡഡ്: മ്യൂസിക്, ലൈറ്റ്, ഐഡിയാസ്. മ്യൂസിക്കൽ പെർഫോമൻസുകൾ മോസ്റ്റ്ലി ടിക്കറ്റഡ് ഇവൻറ്റുകളാണ്. കാരേജ് വർക്സിലും ഓപ്പറ ഹൗസിൻ്റെ ഉള്ളിലും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അത് നടക്കുന്നുണ്ട്. അത് ഞങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ഐഡിയ, ടെക്നോളജിയുടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ന്യൂ ഐഡിയാസ് പിച്ച് ചെയ്യാനുള്ള കുറേ ഇവൻറ്റുകളുണ്ട്. അതും ഞങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലൈറ്റിലാണ്. സിഡ്നി സിറ്റിയുടെ തന്നെ പല ഭാഗങ്ങളിലായിട്ട്, ഡാർലിംഗ് ഹാർബർ, ഇവിടെ സിഡ്നി ഹാർബറിൽ, ബൊട്ടാനിക് ഗാർഡൻ്റെ ഉള്ളിൽ, ദ റോക്സിൽ, നോർത്ത് സിഡ്നിയിൽ, അങ്ങനെ ടറോങ്ക സൂവിനകത്ത് ഒരുപാട് ഏരിയയിൽ ലൈറ്റ് ഉണ്ട്. അതും മുഴുവൻ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് ഉള്ളതൊരു ഈവനിങ് ആണ്. അപ്പോൾ ആ ഒരു ഈവനിങ്ങിൽ ഞങ്ങൾ ഈ ഹാർബർ ബ്രിഡ്ജുമേയും ഓപ്പറ ഹൗസുമേയാണ് നല്ല അടിപൊളി ലൈറ്റിംഗ് ഉള്ളത്. ആ ഭാഗവും അതിനോട് ചുറ്റുള്ള ബിൽഡിങ്ങുമുള്ള ലൈറ്റുകളും അതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. തൊട്ട് ജൂൺ 16 വരെ ആ 23 ദിവസമാണ് ഈ ഒരു ഫെസ്റ്റിവൽ. അപ്പം എല്ലാ വർഷവും 2009 സ്റ്റാർട്ട് ചെയ്തതാണ്. അത് തൊട്ട് എല്ലാ വർഷവും ഈ മെയ് ജൂണിലായിട്ടുള്ളൊരു 3 അല്ല 23 ദിവസം എന്ന് വേണം പറയാൻ. അത്രയും ദിവസങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട്. ആ ഒരു 23 ദിവസം വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെ, അതാണ് അതിൻ്റെ ടൈം. അത്രയും സമയം ഈ സിഡ്നി സിറ്റി ഒരു ക്യാൻവാസ് പോലെ ലൈറ്റിങ്ങുകളുടെ പല തരത്തിലുള്ള ലൈറ്റ് ഇൻസ്റ്റലേഷൻസ്, കുറേയൊക്കെ സാറ്റലൈറ്റ് കൺട്രോൾ നാവിഗേഷൻ വെച്ചിട്ടുള്ള ലൈറ്റിങ്സ്, ബിൽഡിങ്സിൻ്റെയൊക്കെ 3D ഇമേജുകൾ, അങ്ങനെ പലതരത്തിലുള്ള ലൈറ്റിംഗ് ഉണ്ട്. ഈ ഒരു 23 ദിവസം അവർ പറയുന്ന സിഡ്നി സിറ്റി ഒരു ക്യാൻവാസ് ആക്കി മാറ്റുക എന്നാണ്. ഞാൻ പറഞ്ഞ പോലെ 2009 തുടങ്ങിയതാണ്. 2009 തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എഫിഷ്യൻ്റ് ആയിട്ട് എനർജി യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ. അത്രയും വലിയ ഷോ ഒന്നും ആയിരുന്നില്ല, ഒരു ചെറിയ ഷോ ആയിട്ട് തുടങ്ങിയതാണ്. പിന്നെ അതിങ്ങനെ ഇമ്പ്രൂവ് ആയി ആദ്യം അതിൻ്റെ വിസിറ്റേഴ്സ്, അതിൻ്റെ ഒരു സക്സസ് പറയുമ്പോൾ ആദ്യം 5 ലക്ഷം ആൾക്കാരൊക്കെയാണ് ഇത് കാണാൻ വന്നിരുന്നത്. പിന്നെ അത് 8 ലക്ഷമായി. പിന്നെ കൂടി ലാസ്റ്റ് ഇയർ ഇത് കാണാൻ ഇവിടെ വന്ന ഒരു ആൾക്കാരുടെ കണക്ക് 2.33 മില്യൺ. അത്രയും ആൾക്കാർ ഈ ഒരു 23 ദിവസം കൊണ്ട് ഇവിടെ വിസിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്നും ഈ ന്യൂ സൗത്ത് വെയിൽസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്റ്റേറ്റിനുണ്ടായ പൈസയുടെ ലാഭം $143 മില്യൺ. അത്രയും എന്താ പറയുക, ലാഭം അവർക്ക് ഉണ്ടായി, അല്ലെങ്കിൽ അത്രയും പൈസ അവർ ഇതിൽ നിന്ന് ഉണ്ടാക്കി. അപ്പോൾ തന്നെ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു സക്സസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചുറ്റുമുണ്ടല്ലോ ലൈറ്റുകളുടെ ഒരു മാസ്മരിക ലോകം. എല്ലാ ബിൽഡിങ്ങുമേ ലൈറ്റ്. മറ്റേ ഷാങ്ക്രിലയുടെ ഹോട്ടൽ, മാരിയറ്റ്, ഈവൈൻ്റെ ബിൽഡിങ്, അങ്ങനെ ഈ ഭാഗത്തുള്ള ബിൽഡിങ്ങും മുഴുവൻ ലൈറ്റ്സ്. ഓരോ ബിൽഡിങ്ങൊക്കെ 3D നമുക്കിങ്ങനെ കാണുമ്പോൾ ശരിക്കും ആ ബിൽഡിങ്ങുമേ വേറൊരു സംഭവം നടക്കണ പോലെ, അങ്ങനെയൊക്കെ 3D ആയിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ.
തന്നെയാണ് ഈ ഒരു പ്രദേശം മുഴുവൻ. കാരണം വെച്ചാൽ ഹാർബർ ബ്രിഡ്ജ് ഓപ്പറ ഹൗസ് എന്ന് പറയുമ്പോൾ അറിയാലോ അതിൻ്റെ പ്രൈം ലൊക്കേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിറയെ മനുഷ്യരാണ്. അപ്പോൾ ഇങ്ങോട്ട് വരിക എന്നുള്ളത് അവർ തന്നെ പറയുകയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ട്രെയിനോ ബസ്സോ അല്ലെങ്കിൽ ഫെറിയോ ഒക്കെ പിടിച്ച് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു ഭാഗത്ത് പാർക്കിങ്ങോ അല്ലെങ്കിൽ പ്രൈവറ്റ് നമ്മളൊരു കാറൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാനുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നില്ലേ, അത് ശരിക്കും ഓപ്പറ ഹൗസ് തന്നെയാണ്. നമുക്ക് ആ ഒരു വെള്ള കളറും ആ ഒരു ഫീലൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തോന്നില്ല അതാണെന്ന്. പക്ഷെ അതുമ്പോൾ മൊത്തം ഇങ്ങനെ ലൈറ്റിൻ്റെ ഒരു കളി, ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴണ പോലെയും അതുമൊന്ന് കല്ലുരുണ്ട് വീഴുന്ന പോലെയും അതുമ്പോൾ വേറെ കുറേ ആർട്ടുകളൊക്കെ ആയിട്ട് ശരിക്കും ഒരു ഓപ്പറ ഹൗസ് തന്നെയാണ്. ലൈറ്റുകളുടെ ഒരു ഫെസ്റ്റിവലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് ഓരോ ബിൽഡിങ്ങുമേ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും വെച്ചിട്ടുള്ള ഓരോ ലൈറ്റ് ഇൻസ്റ്റലേഷൻസിനും പല മീനിങ്ങുകളുണ്ട്. ഇങ്ങനെ ഓഷ്യൻ തീമിൽ അല്ലെങ്കിൽ 3D തീമിൽ അങ്ങനെ പല പല തീമുകളിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുള്ളത് വേൾഡ് റിനൗണ്ട് ആർട്ടിസ്റ്റുകളാണ്. എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലുള്ളതും അല്ലെങ്കിൽ UK അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഭയങ്കര ഫേമസ് ആൾക്കാരാണ് ഇത് ഓരോന്നും ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനും ഓരോ മീനിങ്ങുകളും ഉണ്ട്. എന്തൊക്കെയാ കാണണ്ടേ? ബലൂണില്ലേ, ബലൂണിൻ്റെ ഉള്ളിലും പിടുത്തത്തുമൊക്കെ ഇങ്ങനെ LED ലൈറ്റ് പിടിപ്പിച്ച പോലത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ തലയിൽ വെക്കണ ക്രൗൺ, അതിൽ ലൈറ്റുകൾ, കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ കറങ്ങുന്ന പല പല ലൈറ്റുകൾ, ലൈറ്റിങ്ങിൻ്റെ ഇൻസ്റ്റലേഷൻസ് കുറേ സ്ഥലത്തുണ്ട് സിഡ്നി സിറ്റിയുടെ പല ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾ ഈ ഓപ്പറ ഹൗസും ഹാർബർ ബ്രിഡ്ജിൻ്റെയും ഭാഗത്തുള്ളത് കവർ ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബൊട്ടാനിക് ഗാർഡനിലുണ്ട് കുറേ ലൈറ്റിങ്സ്. ആ ഒരു ബൊട്ടാനിക് ഗാർഡൻ്റെ ലൈറ്റിങ്സ് കാണാനുള്ള ഒരു ആക്സസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ലൈറ്റ് കാണാൻ നടക്കില്ലേ, അതുപോലെ ഇങ്ങനെ എല്ലാവരും നടന്ന് ലൈറ്റൊക്കെ എൻജോയ് ചെയ്ത് ഈ ഓരോന്നിനും ഓരോ പേരുണ്ട് കേട്ടോ. അതെന്താണ് അത് ഉദ്ദേശിക്കണമെന്നൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ലൈറ്റ് വാക്ക് അതാണ് ചെയ്തത്. അപ്പോൾ അതിൽ കുറേ പോയിന്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിൻ്റെ അവിടെ എന്താണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വെള്ളത്തിൽ ഇങ്ങനെ ലില്ലികൾ പോലെ നിറയെ ബൾബ്, ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിൽ ലില്ലീസ് പോലെ ലൈറ്റുകൾ, അതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടി പാട്ടൊക്കെ ഇട്ട് മ്യൂസിക്കിനനുസരിച്ച് അത് കത്തലും അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടു. അത് നല്ല അടിപൊളി. നമുക്കിങ്ങനെ നോക്കണം അത്രയും ദൂരത്തിൽ ലൈറ്റുകൾ മാത്രം. Does it take to change a person? അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും.
അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെക്കുറിച്ചില്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചില ലൈറ്റുകളൊക്കെ ഭയങ്കര ഈ പെയിൻറ്റിങ്സ് ഒക്കെ പോലെ ഒരു ആർട്ടിസ്റ്റിക്കായിട്ട് ചിന്തിക്കണം. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ഫോർവേഡാണ്, അതുകൊണ്ട് ഞാൻ പറയാമെന്ന് ഓർത്തു. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ള ആ ലൈറ്റിങ്ങിൻ്റെ ഡിസൈനർ, ആ ലൈറ്റ് ഡിസൈനർ ഒരു UK കാരനാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ളൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഹൗ മെനി പേഴ്സൺസ് ഡസ് ഇറ്റ് ടേക്ക് ടു ചേഞ്ച് എ ലൈറ്റ് ബൾബ് എന്നൊരു ജോക്ക് ഉണ്ട്. ഇങ്ങനെ UK ഉള്ളൊരു ജോക്ക്, ഒരു ഇംഗ്ലീഷ് ജോക്ക്. അപ്പോൾ ആ ജോക്ക് അയാളൊരു ലൈറ്റ് ഡിസൈനർ ആയതുകൊണ്ട് അയാളതിങ്ങനെ മാറ്റി ചിന്തിച്ചപ്പോൾ അയാൾ ഉണ്ടാക്കിയതാണിത്. ഹൗ മെനി ലൈറ്റ് ബൾബ്സ് ഡസ് ഇറ്റ് ടേക്ക് ടു ചേഞ്ച് എ പേഴ്സൺ. അപ്പോൾ അത് ഉദ്ദേശിച്ചത് ഇത്രയാണ്, ഒരുപാട് ലൈറ്റുകളൊന്നും അല്ല ഒരു വ്യക്തിക്ക് മാറാൻ വേണ്ടത്. അയാൾ ഡാർക്കായിട്ട് ഇരുട്ടായിരിക്കുന്നൊരവസ്ഥയിലിരിക്കുമ്പോൾ റൈറ്റ് സമയത്ത് ഒരൊറ്റ ബൾബ് അതായിരിക്കും അയാൾക്ക് പ്രകാശം തരിക. അതായത് ഒരുപാട് ആൾക്കാരല്ല, പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്നിരിക്കുന്ന അവസ്ഥയിൽ ആ റൈറ്റ് സമയത്ത് വരുന്ന ഒരു റൈറ്റ് ആൾ, അയാളായിരിക്കും ആ മനുഷ്യനെ ചേഞ്ച് ചെയ്യാൻ. അത്രയും അത് മതി എന്നുള്ളൊരു മെസ്സേജാണ് പാസ് ചെയ്യണേ. അപ്പോൾ ആ ഒരു എഴുതിയിരിക്കുന്നത് 2570 ലൈറ്റ് ബൾബ് കൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. നല്ല തണുപ്പാണ്, നല്ല കാറ്റുമാണ്. ഞങ്ങളിങ്ങനെ മരവിച്ചിരുന്നുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം രാത്രി മാത്രമേ ഉള്ളല്ലോ, പകൽ വന്ന് കാണാം എന്ന് പറയാനുള്ളൊരു കാര്യമല്ലല്ലോ ഇത്. അപ്പോൾ ശരിക്കും വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു 2.5-3 മണിക്കൂർ ശരിക്കും നടന്ന് കാണാനുള്ളതുണ്ട്. ഈ ഒരു ഭാഗത്തെ ലൈറ്റിനെ കുറിച്ച് മാത്രം ഞാൻ പറയുന്നത്. നല്ല രസമായി എൻജോയ് ചെയ്യാനുള്ള അത്രയും സ്കോപ്പ് ഉണ്ട്. ഓരോ ബിൽഡിങ്ങുമ്പത്തേക്കേ ഇങ്ങനെ 3Dയും കുറേ കഥകളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് കുറേ നേരം നിന്ന് അത് തന്നെ നോക്കി നിൽക്കാൻ തോന്നും. അത്രയും രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ വ്ളോഗിൽ എൻ്റെ കലവര വർത്തമാനത്തേക്കാൾ കാണാനായിരിക്കും കൂടുതൽ. കുറേ ടൈപ്പ് ലൈറ്റിങ്, ഇതിൻ്റെ കട്ടിങ്ങും എഡിറ്റിങ്ങും കഴിയുമ്പോൾ എത്രത്തോളം ബാക്കി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് തോന്നുന്നു കുറേ ഉണ്ട്. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ നല്ല രസമുള്ളൊരു ഈവനിങ് ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ചു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കിടിലൻ ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.